guys, hello Vari. Hello. Welcome back to my another video. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ കുറച്ച് ആദ്യമായിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഏട്ടനെ വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ പിടിച്ചുവിട കൊണ്ടിരുത്തിയതാണ്. എന്താവുന്നൊന്നും എനിക്കറിയില്ല, എന്തോ വിചാരിച്ച് ഞാൻ കൊണ്ടിരുത്തിയതാ, ശരിയാവുന്ന ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ കുറച്ച് നമ്മുടെ ഗേൾസിൻ്റെ കുറച്ച് പ്രൊഡക്റ്റ്, ഗേൾസ് ഓൺലി യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു കൊടുക്കും. ഞാൻ ഏട്ടന് അയച്ചു കൊടുക്കും. അത് ഏട്ടൻ എന്താണെന്ന് ഗസ് ചെയ്ത് പറയുന്നതാണ്. ഞാൻ പിടിച്ചു കൊണ്ടുവന്നിരുത്തിയതാ, തീരെ താല്പര്യം ഉണ്ടായിട്ട് വന്നിരിക്കുകയല്ല. അപ്പോൾ ഇത് എത്ര വരെ പോകുമെന്ന് എനിക്കറിയില്ല, ഫുള്ള് കൊണ്ടെത്തിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. തംസപ്പ് കൊടുക്ക്. ഓക്കെ അല്ലേ? ഇപ്പൊ തന്നെ ഓണാക്കണ്ട, ഞാൻ പറയും അപ്പൊ ഓണാക്കിയിട്ട് നോക്കിയാ മതി. ഓക്കെ അല്ലേ? എടുക്കാൻ പോണേ. ഒച്ചത്ത് പറയണോ? ഞാൻ ചോദിക്കും, അപ്പൊ പറഞ്ഞാ മതി. ഒച്ചത്ത് പറയോ? മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഏട്ടാ പ്ലീസ്, എന്തൊക്കെ എല്ലാരും ഉപയോഗിക്കുന്ന തന്നെയല്ലേ. എന്താ പ്ലീസ് നേരെ പറയണേ. ആക്ഷൻ ഒന്നും കാട്ടരുത്. നേരെ നേരെ ഇരുന്ന് അങ്ങനെ കണ്ണോട്ട് കുത്തി പൊട്ടിച്ചാൽ നേരെ ഇരിക്കില്ലേ. കണ്ണോണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കരുത് കേട്ടോ. മുടിയൊന്നും ഇനി തൊടണ്ട. ഇതെന്താ ഒരു സൈഡ്. അപ്പൊ ഗൈസ്, ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ്. ഇതെന്താന്ന് ഏട്ടൻ പറയണം, നോക്കിക്കോ. ഇത് ഞാൻ ഫോണിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇയർഫോൺ അല്ല. നേരെ നോക്ക്. ഇയർഫോൺ അല്ല. പിന്നെന്താ? ഒരു നൂലുണ്ട് അറ്റത്ത്, പിന്നെ ഒരു കോട്ടൺ ഉണ്ട്. ഇന്റിമേറ്റ് പ്രൊഡക്റ്റാ. ബഡ്സ് അല്ല. ഒന്നുകൂടെ ഗസ് ചെയ്യാൻ നോക്ക്. ഉറപ്പറിയില്ലാന്ന്. എന്ത് പോലെ തോന്നുന്നു കണ്ടിട്ട്? ഇയർഫോൺ അല്ല, ഇന്റിമേറ്റ് പ്രൊഡക്റ്റാ. സാനിറ്ററി പാഡൊക്കെ പോലത്തെ ഒരു സാധനം. അറിയില്ല. ടാംപൂൺസ്. ടാംപൂൺസ് എന്തിനാ യൂസ് ചെയ്യാറിയോ? അത് സാനിറ്ററി പാഡ്സിന് പകരം യൂസ് ചെയ്യുന്നതാണ്. മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ പ്രൊഡക്റ്റ് ഗസ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല ഗൈസ്. ഇതൊന്നും അറിയില്ല, ഇതൊന്നും മൂപ്പർക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ഏതായാലും രണ്ടാമത്തെ പ്രൊഡക്റ്റ് നോക്കാം. ഇത് തൊപ്പി. നേരെ പറയും. രണ്ടാമത്തെ പ്രൊഡക്റ്റ് ആയിട്ട് സൂപ്പർ ആയിട്ട് ഗസ് ചെയ്ത്. എങ്ങനെയായിട്ടാണ് അറിയാ? സ്ക്രീനിൽ നോക്ക്. സ്ക്രീനിൽ നോക്ക്. ആക്ഷൻ കാട്ടണ്ട, നോക്കിയാൽ മതി. ഇതെങ്ങനെയാ കറക്റ്റ് ആയിട്ട് അറിയാ? ഏത് വീഡിയോയിലാ കണ്ടേ? അപ്പൊ രണ്ടാമത്തെ പ്രൊഡക്റ്റ് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തിട്ടുണ്ട്. മെൻസ്ട്രുവൽ കപ്പ് ആയിരുന്നു. ഇനി മൂന്നാമത്തെ പ്രൊഡക്റ്റ് ഇതെന്താ? ലെമൺ പ്ലക്കർ ഒന്നല്ല, ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റാ. അല്ല. ഒന്ന് നേരെ ഒന്നും അറിയില്ല പറയുന്നേ. ഒന്ന് ഗസ് ചെയ്യാൻ വേണ്ടിട്ട് നോക്ക്. അല്ല. ഇതിന്റെ ഈ രൂപമൊക്കെ വെച്ചിട്ട് അറിയില്ല. അത് ഐലാഷ് കളറാണ് ഗൈസ്. അതെന്തിനാ ഉപയോഗിക്കുക? അതെന്തിനാ ഉപയോഗിക്കാ പറയും. കറക്റ്റ് ആയിട്ട് സാധനം അറിയില്ലെങ്കിൽ ഉപയോഗം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കേ. എന്താ തോന്നണേ? എന്താ പറയാ? ഒന്നും അറിയില്ല പറയല്ലേ. അല്ല, അറിയില്ല. കാലുമായിട്ട് ബന്ധപ്പെട്ടതാ. എങ്ങനെ ഹെയർ റിമൂവ് ചെയ്യാ? ഒരു രക്ഷയില്ല. ഇന്ന് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈൽ പോളിഷും കാലുമായിട്ട് ബന്ധപ്പെട്ടതാ.
നൈൽ കട്ട്. പോടുന്നിരുന്നു ഉറപ്പാ. അത് നമ്മൾ കാലിൽ നൈൽ പോളിഷ് ഇടാൻ വേണ്ടിയിട്ട് കാലിൽ നൈൽ പോളിഷ് ഇടൂലേ, നൈൽ പോളിഷ് ഇടുമ്പോൾ കാലിൻ്റെ കൈൻ്റെ ഒക്കെ വിരലിങ്ങനെ അടുത്തടുത്തിരിക്കൂലേ, അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാനുള്ള സാധനം. മനസ്സിലായോ? ഞാൻ അടുത്ത് അല്ല, ഇതിന്റെ ഒരു കോലൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും പറയേ. സ്റ്റൂള്, കുട്ടികളെ സ്റ്റൂളല്ലേ? അല്ല. ഉറപ്പാ? നോക്ക്, നല്ലോണം നോക്ക്. ഗസ് ചെയ്യാൻ വേണ്ടി അതിന്റെ രൂപം കണ്ടിട്ട് ഗസ് ചെയ്. ഒന്നെങ്കിലും ഗസ് ചെയ്യാട്ടാ, മോശാണ്. ഉറപ്പാ? ഇത് നമ്മളിങ്ങനെ വിരലിന്റെ ഇടയിൽ വെക്കുക. ഈ രണ്ട് സാധനം വിരലിന്റെ ഇടയിൽ വെച്ചിട്ട് ഇതിന്റെ മേലെ നൈൽ പോളിഷ് ഹോൾഡ് ചെയ്ത് അങ്ങനെ നൈൽ പോളിഷ് ഇടും. അല്ല, ഇല്ല, അത് മെൻസ്ട്രോൾ കപ്പാ. പിന്നെന്താ അത്? രൂപം നോക്ക്. കോളാമ്പി അല്ല. കോളാമ്പി ഇങ്ങനെയോ? ഒന്നും അറിയില്ലേ? മൂത്രവുമായിട്ട് ബന്ധപ്പെട്ടതാ. യൂറിൻ ഫിൽറ്റർ. മൂത്രമായിട്ട് ബന്ധപ്പെട്ടതാ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് അറിയില്ല? ഉറപ്പാ? ഇത് പെണ്ണുങ്ങൾക്ക് നിന്ന് മൂത്രമൊഴിക്കാനുള്ളതാ. നമ്മൾ പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോ സ്റ്റാൻഡ് ആൻഡ് പീ എന്ന് പറയും. മനസ്സിലായോ? ഇതെന്താ പറയട്ടാ? ഇത് ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് ആണ്. ആ ബ്യൂട്ടിയിലുണ്ട്. ഈ ബാക്കി പറയും. ബ്യൂട്ടി സ്പോഞ്ച്. ഏകദേശം. ഇത് എന്തിനാ ഉപയോഗിക്കുക? മേക്കപ്പിനാണ്. മേക്കപ്പ് എങ്ങനെയാ ചെയ്ത് വെച്ചിട്ട്? മേക്കപ്പ് ഒപ്പിയെടുക്കാൻ. മേക്കപ്പ് നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടാൻ വേണ്ടിട്ട്. എന്താ? ഐഫോണോ? അല്ല, ഒരു സ്റ്റീലിന്റെ ഒരു സംഭവം ഉണ്ട്, ഒരു സ്പാച്ചുല ഉണ്ട്. മേക്കപ്പ് ആയിട്ട് ബന്ധപ്പെട്ടതാ. ഐലൈനർ ഒന്നല്ല. ഓർക്ക് പറയും ഐലൈനർ. ഐലൈനർ കൊറേ ഓട്ടേക്ക് ഉണ്ടല്ലോ. ഗസ്സി. പിന്നെന്താ? ഞാൻ ഇതിവിടെ വെച്ച് നിർത്താൻ നൈൽ പോളിഷ്. തേങ്ങ നേരെ പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു ലിപ്സ്റ്റിക്ക് മാത്രം അറിയാം, വേറെ ഒന്നും അറിയാം. ഈ ലിപ്സ്റ്റിക്കിന്റെ കളർ എന്താ? ഈ ലിപ്സ്റ്റിക്കിന്റെ കളർ എന്താ? പിങ്ക്. അത് പിങ്കും റെഡും മാത്രം അറിയാം, വേറെ ഒന്നും അറിയില്ല. ഇത് പറഞ്ഞിട്ട് അടുത്തേക്ക് പോവാ. ഇത് നമ്മള് ഫൗണ്ടേഷൻ ഒക്കെ ഇങ്ങനെ ഇവിടെ വെക്കുക. എന്നിട്ട് ഓരോരുത്തരെ കളറിനനുസരിച്ച് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ടുള്ളതാ. അതെന്താ? അതിന്റെ പേരാ മനുഷ്യ. അതും പോയി കൈസ്. ഒന്നും അറിയില്ല കേട്ടോ. അപ്പൊ ലാസ്റ്റ് സെക്കൻഡ് പറ. ടച്ചപ്പോ ഓടുന്നതിന്റെ ഒരു രൂപമൊക്കെ കണ്ടിട്ട്. പിമ്പിൾ പാച്ച്. അത് മാത്രമേ അറിയുള്ളൂ. പിമ്പിൾ പാച്ച് ഇങ്ങനെ ഒട്ടിക്കുന്നത്. പറയും. ഒട്ടിക്കുന്ന സാധന പിമ്പിൾ പാച്ച്. ഇത്രയും വലുതോ? ഇത്രയും വലിയ ആനക്കൂര് ഉണ്ടാവുമോ മോത്ത്? ബാൻഡേജ്. തേങ്ങ പോയ അവിടുന്ന്. അറിയില്ല. ഇന്റിമേറ്റ് പ്രൊഡക്റ്റ് അല്ല, ഒരു ഇന്നർ വെയർ ആയിട്ട് യൂസ് ചെയ്യണതാ. പാമ്പേഴ്സ് അല്ല, വുമൺസ് യൂസ് ചെയ്യുന്നതാ. ഒരു ഇന്നർ വെയർ പ്രൊഡക്റ്റിന് പകരം യൂസ് ചെയ്യുന്നതാ. ഒന്ന് ആലോചിച്ച് നോക്ക്. നിപ്പിൾ പാഡാണ് ഗൈസ്. നിപ്പിൾ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നവർക്ക് കേൾക്കണ്ട. പ്രൊജക്റ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ബ്രാൻഡ് ഉള്ളിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ലാസ്റ്റ് ഇതെങ്കിലും ബെൽറ്റ് അല്ല തേങ്ങ. ഇത്രയും ചെറിയ ബെൽറ്റ് ആരാടുക?
എന്താ ഇത് ബ്രായായിട്ട് ബന്ധപ്പെട്ടതാ. ബ്രാൻഡ വള്ളി. എന്ത് ബ്രാൻഡ് വള്ളി. വള്ളി ബ്രാൻഡ് സ്ട്രാപ്പ്, ഇൻവിസിബിൾ സ്ട്രാപ്പാ. ഇതിട്ടാ കാണൂല, അതായത് ഓഫ് ഷോൾഡർ ഒക്കെ ഇടുമ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. അപ്പോൾ അതെ അപ്പോൾ ഈ ചലഞ്ചിൽ അതിവിദഗ്ധമായിട്ട് എൻ്റെ ഏട്ടൻ പരാജയപ്പെട്ടിട്ടുണ്ട്. ആകെ രണ്ടെണ്ണം, ഒരു ബ്രാൻഡ് വള്ളി, പിന്നെ വേറെ എന്തുവാണ് പറഞ്ഞത്, ഇത്ര അറിയുള്ളൂ. പിന്നെ ഒരു ലിപ്സ്റ്റിക് വരെ, ഒരു പിമ്പിൾ പാച്ച് വരെ. ഇത് മാത്രമേ എൻ്റെ ഭർത്താവിന് അറിയുള്ളൂ. അപ്പൊ എന്താ ഈ ഒരു വീഡിയോനെ പറ്റി ഏട്ടന് പറയാനുള്ളത്? നല്ല വീഡിയോ. ഇത് ആൾക്കാർ കാണുമ്പോൾ റിയാക്ഷൻ എന്താവും, കുടുംബക്കാരൊക്കെ കാണുമ്പോ? ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അയ്യോ, അപ്പൊ ഏട്ടനെ വെച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അതിന്റെ പുറത്ത് ചെയ്തത് ഒരു ഫണ്ണായിട്ട് മാത്രം എടുക്കണേ. അപ്പോൾ പാവപ്പെട്ട മനുഷ്യനെ ഒന്നും അറിയില്ല, ഇനി ഓരോന്നായിട്ട് ഞാൻ പഠിപ്പിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ പിന്നെ ഒരു വീഡിയോയിൽ കാണുന്നവരെ ബായ് പറയും. അങ്ങനെയല്ല ബായ് പറയും, ഇങ്ങനെ സ്റ്റൈലാക്കി പറയണം.